സന്ദേശം പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ആദ്യം വോട്ടർ പട്ടികയിൽ പേരൊഴിവാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിച്ച കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി VM വിനുവിന് തിരിച്ചടി. വിനുവിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. അപ്പീലിൽ ഉടൻ തീരുമാനമെടുക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഹർജിയിലെ പ്രധാന ആവശ്യം. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമമാണ്. താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്നും കോടതി ചോദിച്ചു. നിങ്ങളുടെ കഴിവുകേട് മുൻനിർത്തി മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും കോടതി പറഞ്ഞു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ ബാബു, ഇനി എന്താണ് കോൺഗ്രസിന്റെ പ്ലാൻ B? എന്തായാലും വിനുവിന് ഇതൊരു വലിയ തിരിച്ചടിയാണല്ലോ. എന്തൊക്കെയാണ് ഈ കോടതിയുടെ നിരീക്ഷണങ്ങൾ? രേഷ്മ. അശ്വതി, VM വിനുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും നേരിട്ടിരിക്കുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ നിന്നും തന്റെ പേര് ഒഴിവാക്കപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി UDFന്റെ കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥിയായ VM വിനു ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഇന്നുടൻ തന്നെ ഈ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും VM വിനു ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത് 2020-21 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പട്ടികയിൽ താൻ ഉണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതിനാൽ വോട്ടർ പട്ടിക പരിശോധിക്കാൻ തനിക്ക് കഴിഞ്ഞിരുന്നില്ല. UDF സമീപിച്ചപ്പോൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെയാണ് ഈ വോട്ടർ പട്ടികയിൽ തന്റെ പേര് ഇല്ല എന്നുള്ള വിവരം തനിക്ക് വ്യക്തമാകുന്നത്. കളക്ടർക്കടക്കം ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷയും അപ്പീലും ഒക്കെ നൽകിയതാണ്. ഉടൻ തന്നെ ഈ അപ്പീലിൽ തീരുമാനമെടുക്കാനായിട്ട് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതായിരുന്നു VM വിനു ഹർജിയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനമാണ് VM വിനുവിന് ഹൈക്കോടതിയിൽ നിന്നും നേരിടേണ്ടി വന്നത്. സെലിബ്രിറ്റികൾക്ക് പ്രത്യേക പരിഗണന ഇല്ല എന്നുള്ള പരാമർശമായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എതിർപ്പുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി വാക്കാൽ നടത്തുകയും ചെയ്തു. സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ അനുകൂലമായിട്ടുള്ള ഉത്തരവ്. രേഷ്മ, ഒരു ചോദ്യം കൂടി അവിടെ വരുന്നുണ്ട്. ഈ രാഷ്ട്രീയത്തിൽ സജീവമല്ല എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അവിടെ മത്സരാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുന്നത്? മാത്രമല്ല, എങ്ങനെയാണ് ഇയാൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക? അത്തരമൊരു കാര്യം കൂടി അവിടെ നിലനിൽക്കുന്നില്ലേ രേഷ്മ? അശ്വതി, നേരത്തെ തന്നെ ചില ട്രോളുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിരുന്നു. ചില വോട്ടർ പട്ടികയിൽ ഈ പേര് നീക്കം ചെയ്ത സംഭവം വലിയ രീതിയിൽ വാർത്തയതിനെ തുടർന്ന് അവിടുത്തെ വോട്ടർമാർ തന്നെ VM വിനു പ്രചാരണത്തിന് ചെല്ലുന്ന സമയത്ത് ചോദിച്ചിരുന്നു, ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണോ മത്സരിക്കാൻ ഇറങ്ങുന്നത്? അങ്ങനെയൊക്കെ നോക്കിയിട്ട് മത്സരിക്കാൻ ഇറങ്ങിയ പോരെ, പരിശോധിച്ചില്ലേ തുടങ്ങിയ പരാമർശങ്ങൾ വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. വലിയ രീതിയിൽ ഈ ഒരു പരിശോധന, വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധന പോലും നൽകാതെ പത്രിക നൽകാനായിട്ടുള്ള നടപടികളിലേക്കും അതോടൊപ്പം തന്നെ പ്രചരണ പരിപാടികളിലേക്കും കോൺഗ്രസ് കടക്കുകയും VM വിനു കടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലേറെ പരിഹാസ്യമായിട്ടുള്ള ഒരു കാര്യം. അത് തന്നെയാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഈ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ വരുന്നത് VM വിനു ശ്രദ്ധിക്കാറില്ലേ, രാജ്യത്തെ പൗരനല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി വിനുവിന് നേരെ ഉന്നയിച്ചത്. സെലിബ്രിറ്റികൾക്കും സാധാരണ പൗരന്മാർക്കും ഒരേ നിയമം തന്നെയാണ്. അനുകൂലമായിട്ടുള്ള ഉത്തരവ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ നൽകാനാകില്ല എന്നുള്ള നിലപാടും ഹൈക്കോടതി സ്വീകരിച്ചു. എന്തായാലും VM വിനുവിനെ സഹായിക്കാൻ ഒരു ഘട്ടത്തിലും ഹൈക്കോടതിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിനുവിന്റെ ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിയത്. താങ്കളുടെ കഴിവുകേട്, അതായത് VM വിനുവിന്റെ കഴിവുകേട് മുൻനിർത്തിക്കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നുള്ള പരാമർശവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. കാരണം VM വിനു പറഞ്ഞത് താൻ മത്സരിക്കുന്നത് എതിർ ചേരിക്കാരെ ഭയപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും തന്റെ പേര് നീക്കം ചെയ്യുന്നുള്ള ഒരു വാദമായിരുന്നു VM വിനുവിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് VM വിനുവിന്റെ കഴിവുകേടാണ് വോട്ടർ പട്ടികയിൽ തന്റെ പേരുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാതിരുന്നത്. അത് കേവലം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേലിൽ പഴിചാരരുത് എന്നുള്ള ഒരു പരാമർശം കൂടി ഹൈക്കോടതി നടത്തിക്കൊണ്ടാണ് ഹർജി തള്ളിയത്. എന്തായാലും VM വിനുവിനെതിരായിട്ടുള്ള നിലപാടാണ് ഇന്ന് ഹൈക്കോടതി സ്വീകരിച്ചത്. രേഷ്മ, അത് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഈ വിനുവിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉന്നയിച്ചിരിക്കുന്നത്.